നമ്മള് നാട്ടിലേക്ക് പോകുന്ന എന്താന്ന് വെച്ചാല് നമ്മുടെ നാട്ടില് തെയ്യമുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും കണ്ണൂർ തെയ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശസ്തിയുള്ള കാര്യമാണ്. അപ്പൊ ഇനി എന്തായാലും കുറച്ച് വ്ളോഗ് മിക്കവാറും തെയ്യത്തിന്റെ കുറെ വീഡിയോസ് ആയിരിക്കും. നമ്മളിപ്പം മൈസൂർ ഹൈവേയിലാണുള്ളത്, ബാംഗ്ലൂർ മൈസൂർ ഹൈവേയില്. അതെ, ഞങ്ങള് രാവിലെ മോർണിംഗ് ഒരു 5 o'clock 5 മണിക്ക് നമ്മൾ ഇറങ്ങി. ഇപ്പൊ ഏകദേശം ടൈം ഒരു 6:45. കുറച്ചുകൂടി ദൂരമുണ്ട് മൈസൂരേക്ക്. അപ്പൊ ബാക്കി നമ്മള് പോകുന്ന വെയിൽ കാണിക്കും അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മളിപ്പോ മൈസൂർ എത്താനായി. ടോൾ ബൂത്ത് എത്തി. ഇതാണ് എക്സിറ്റ്. ബാംഗ്ലൂരിൽ നിന്നുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈവേന്റെ എക്സിറ്റ് ആണ് ഇവിടെ. കാണിച്ചു തരാം. സമയം 7:45 മൈസൂർ കഴിഞ്ഞ് നമ്മള് തലശ്ശേരി ഹോട്ടലൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഒന്നും ഓപ്പൺ ആയിട്ടൊന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. നാട്ടിലേക്കുള്ളതാണെന്ന് തോന്നുന്നു. തക്കാളി വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നാട്ടിലേക്ക് ഇവിടെ നിന്നാണല്ലോ പച്ചക്കറിയൊക്കെ പോകുന്നത്, മൈസൂർ സൈഡിൽ. അപ്പൊ ഞങ്ങള് ചായ കുടിച്ച് ഇറങ്ങി. ഇപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്ക് നിർത്തണം, പക്ഷെ അത് കുറച്ചുകൂടി കഴിഞ്ഞൊരു 9 മണി 9:30 ആയിട്ട് നിർത്താമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ സാധാരണ നാട്ടിൽ പോകുമ്പോൾ കാണാനുള്ള ഒരു കടയുണ്ട്, അവിടെ നിർത്താന്ന് വിചാരിക്കുന്നു. ഇപ്പൊ മൈസൂർ ഇനിയിപ്പോ നമ്മളിപ്പോ മൈസൂർ കഴിഞ്ഞ് മൈസൂർ ഇപ്പൊ ഈ സ്ഥലത്തിന്റെ പേരല്ല, മൈസൂർ കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് സമയമായി. നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചല്ലേ, അപ്പൊ അതിന്റെ കൂടെ സ്നാക്സ് ആയിട്ട് നമുക്ക് കേക്ക് അല്ല അടക്കില്ലേ. ഇതെന്റെ ഫേവറേറ്റ് ബ്ലൂ ലീഫ്. നമ്മള് ഏകദേശം കൂർഗിന്റെ സൈഡ് എത്തിയിട്ടുണ്ട്. എക്സാക്ട് പ്ലേസ് അറിയില്ല, പക്ഷെ കൂർഗിൽ പെടുന്ന പോലത്തെ സ്ഥലങ്ങളാണ് ഫുള്ള്. ഇപ്പോൾ സമയം 8:15 എന്നിട്ട് ഇവിടെയൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിൽ കോടയൊക്കെ ഉണ്ട്. ശരിക്കും വെയിലൊന്നും വന്നിട്ടില്ല, വെളിച്ചം വന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെയാണ് കണ്ട. ഇതുവരെ ഇവിടെ ഒന്നും വെയില് വന്നിട്ടില്ല. അങ്ങനെ നമ്മള് ഫോറസ്റ്റിനകത്ത് ഇരിക്കാണ്. അപ്പൊ നമ്മളിപ്പം ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്തു. കുറച്ചു ദൂരം ഫോറസ്റ്റ് മാത്രമാണ്. ഇവിടെ എന്തൊക്കെയോ റൂൾസ് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് വണ്ടി അങ്ങനെ നിർത്തിയിടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ വേറെ ഒന്നിനും കാണാറൊന്നുമില്ല, മൃഗങ്ങളെ അങ്ങനെയൊന്നും കാണാറൊന്നുമില്ല. അങ്ങനെ ഞങ്ങള് ടൗണിലെത്തി. ഇത് ഗോണിക്കുപ്പയാന്ന് തോന്നുന്നു. പേരൊന്നും ഇവിടെ എഴുതിയിട്ട് കാണുന്നില്ല, ആയിരിക്കും അല്ലേ? അപ്പൊ ഗോണിക്കുപ്പ നമ്മൾ എത്തിയത്. ഇവിടേക്ക് ഈ പറഞ്ഞ പോലെ കടയൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ, പല കടകളും തുറന്നിട്ടില്ല. സമയം 8:45 ഇപ്പൊ 8:45 കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കൂർഗ് ഹോട്ടലിലേക്ക് ആയിരുന്നു. അപ്പൊ നമ്മള് നല്ല ചായ കുടിക്കാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. കൂർഗ് ഹോട്ടലാണ്. ഇതിന് മുന്നേ പല പ്രാവശ്യം നമ്മൾ ഈ റൂട്ട് വന്നിട്ടുണ്ട്. ഞാനിതുവരെ ഇവിടെ കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ കയറുന്നത്. അപ്പൊ നല്ല അടിപൊളി ഹോട്ടലാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഹോട്ടൽ. നിങ്ങളിപ്പോ കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പൊ ഇവിടെ തന്നെ 2 ഗ്രൂപ്പ് സ്കൂൾ കുട്ടികളാണ് തോന്നുന്നു, ടൂർ പോകുന്നതാന്ന് തോന്നുന്നു. അവർ കയറി ഇറങ്ങിയിട്ടേ ഉള്ളൂ. എന്നിട്ട് അതുകൊണ്ട് ഇപ്പൊ തിരക്കില്ല. യൂഷ്വലി നല്ല തിരക്കുണ്ടാവില്ല, പാർക്കിങ്ങിനൊന്നും സ്ഥലം കിട്ടാൻ. പക്ഷെ ഇന്ന് നമുക്ക് ഇന്ന് പാർക്കിംഗ് സ്ഥലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും. ഫുഡ് നോക്കാം എങ്ങനെയുണ്ട്. നമ്മള് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇവിടുത്തെ ഫുഡ്. ഞങ്ങളെ മസാല ദോശ വന്നു. നല്ല വലിയ ദോശ, നല്ല വലിയ മസാല ദോശയാണ്.
നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് നമ്മൾ പറയാം. റിമ എങ്ങനെയുണ്ട്? നല്ല ക്രിസ്പിയാണ് ദോശ. ഇത് റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ടുള്ളൊരു കടയാണ്. ഇവിടെ ചായപ്പൊടി, തേന്, അതുപോലെ കുറേ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ്, കുറേ ബാഗ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ കിട്ടും ഇവിടെ. കുറേ ആൾക്കാർ ഇവിടുന്ന് വാങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. മസാല ദോശ കൊള്ളാം. പക്ഷെ ഞങ്ങൾ ആ കർണാടകയിൽ നിന്ന് കഴിക്കുന്ന മസാല ദോശ ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ ഇപ്പൊ കൂർഗിൽ പെടുന്ന സ്ഥലമാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മസാല ദോശ പോലെയാണ്. നേരെ മറിച്ച് ഈ മൈസൂരും ബാംഗ്ലൂരൊക്കെ കിട്ടുന്നത് വേറെ തന്നെ ഡിഫറൻസ് ആയാലും മസാല ദോശയാണ്. അതിന്റെ ചട്നി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഫുഡ് നന്നായിരുന്നു. നല്ല ഫുഡാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഈ ഒരു സമയത്തൊക്കെ ഇവിടെ എത്തിയാൽ ഇത് തന്നെയാണ് ബെസ്റ്റ് സ്പോട്ടായിട്ട് വരുന്നത് കഴിക്കാൻ. ഇപ്പൊ നമ്മള് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ചുരം ഇറങ്ങിയാലാണ് പിന്നെ നമ്മള് ഇരിട്ടിയല്ല, ഇരിട്ടിക്ക് പിന്നെയും ഉണ്ട്. അവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ അങ്ങനെ വരും. കൂട്ടുപുഴ എത്തും നമ്മള്. അപ്പൊ അപ്പോഴത്തേക്ക് പിന്നെ നമ്മള് കർണാടക ബോർഡർ കഴിഞ്ഞ് കേരളത്തിലേക്ക് എത്തും. അപ്പൊ ഇതാണ് ലാസ്റ്റ് ഫോറസ്റ്റ് നമുക്ക് പോകുന്ന വഴിക്കുള്ളത്. കുറച്ച് സമയം എടുക്കും എന്തായാലും ഇറങ്ങിത്തീരാൻ. അപ്പൊ നമ്മള് ചുരം ഇറങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളിപ്പോ കർണാടക സ്റ്റേറ്റ് മാറി ഇനിയിപ്പോ നമ്മൾ കേരളത്തിലേക്ക് വരും. ഇവിടെ ഒരു പാലമുണ്ട്, കൂട്ടുപുഴ പാലം. ഇതുവഴി വരുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏകദേശം എത്താനായി ആ പാലം. അപ്പൊ നമ്മളിപ്പോ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തു. വേറെ ചെക്കിംഗ് ഒന്നുമില്ല. പക്ഷേ കർണാടകയിലേക്ക് പോകുന്ന വണ്ടി ചിലതൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്താൽ ഇപ്പോൾ കർണാടകയിൽ തന്നെ ഉള്ളത്. നമ്മൾ ഇവിടെയുള്ള പുഴ ക്രോസ് ചെയ്താൽ മാത്രമേ നമ്മൾ കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് എത്തും. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പാലം, കൂട്ടുപുഴ പാലം. അപ്പം നമ്മൾ കർണാടക കഴിഞ്ഞു കേരളത്തിലേക്ക് കയറാൻ പോകുന്നതാണ്. അപ്പം നമ്മളെ നാട്ടിലെത്തി. ഇവിടെ ഇതുപോലെ തന്നെ പോലീസ് ചെക്ക് പോസ്റ്റ്. അപ്പം നിങ്ങളിപ്പോൾ കണ്ട പോലെ പോലീസ് പിടിച്ചു. വേറൊന്നുമല്ല, നോർമൽ ചെക്കിംഗ് ആണ്. അവർ പേരും ഡീറ്റെയിൽസ് എഴുതിയെടുക്കാനാണ്. എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. പിന്നെ അതെ, നല്ല രീതിയിൽ പെരുമാറി. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പേപ്പർ എടുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ തന്നെ പക്ഷെ അവരിങ്ങോട്ട് വന്നു. പോലീസ് ഇങ്ങനെ എന്നോട് പെരുമാറുന്ന ആദ്യമായിട്ടാണ്. അല്ല, മോശമായിട്ട് മറു സ്ഥലത്ത് പെരുമാറിയിട്ടില്ല, അത് പറയും കാര്യം. പക്ഷെ കുറച്ച് നന്നായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് പെരുമാറുന്ന ആദ്യമായിട്ട്. ഈ നാട്ടിലെത്തിയാലുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ നമ്മളൊരു 80-100 വണ്ടി ഓടിച്ചു. അപ്പോൾ കേരളത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ഓടിക്കാൻ കഴിയൂല. മീൻസ് ഇപ്പോൾ റോഡൊക്കെ നല്ലതാണ്, അതുകൊണ്ടല്ല. പക്ഷെ ഇവിടെ എവിടെയൊക്കെ ക്യാമറ ഉള്ളതെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും ക്യാമറ പിടിക്കുന്ന നല്ല ഫൈൻ വരും. നമ്മൾ മറ്റേ ഹൈവേയിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ സ്പീഡിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ സ്പീഡ് ലിമിറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും സമയം വന്നതുപോലെ ഇനി പോകാൻ കഴിയില്ല, സാവധാനം പോകാൻ പറ്റും. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ കേരളത്തിലെത്തി. കേരളം എന്ന് പറയുമ്പോൾ കൂട്ടുപുഴ, ഇനി ഇരിട്ടി, പിന്നെ മട്ടന്നൂർ, നമ്മൾ തലശ്ശേരി. വീട്ടിലെത്തി അപ്പം തന്നെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വന്നു. അല്ലെങ്കിൽ തെയ്യം നമുക്ക് മിസ്സാവും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നേരെ അമ്പലത്തിലേക്ക് വന്നു. തെയ്യത്തിൻ്റെ ബാക്കി ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ അവർ അപ്കമിങ് വീഡിയോസ്.